എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബോൺ ലീഡേഴ്സ് ഓൾസോ റിക്വയർ ട്രെയിനിങ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ഒരു തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ ധാരാളം കഴിവുള്ള ആളുകളുണ്ടാകും. ജന്മന തന്നെ ഒരു നേതൃസ്ഥാനം വഹിക്കാൻ പറ്റിയ കഴിവുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവരെ കണ്ടെത്തണം, അവരെ തീർച്ചയായിട്ടും നമ്മൾ വളർത്തിയെടുക്കണമെന്ന് പറഞ്ഞു. ആ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് ജന്മന തന്നെ നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഒരു നേർവഴിക്ക് അവരെ നടത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കഴിവ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ആ കഴിവുള്ള ആളുകളെ കണ്ടെത്താനുള്ള കഴിവ് നമുക്ക് വേണം. അതേപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതും വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ചുറ്റും കഴിവുള്ള പല ആളുകളെയും പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് ജീവിതത്തിലെ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ആളുകളെ പരിശീലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ കഴിവുണ്ടാകണം. അപ്പം ആ കഴിവ് നമ്മൾ വളർത്തിയെടുത്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ഒരു ജന്മം കൊണ്ട് എന്തുമാത്രം അർത്ഥമുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചാണക്യനും ശരിക്കും പറഞ്ഞാൽ അതന്നെയാണ് ചെയ്തത്. ചന്ദ്രഗുപ്ത മൗര്യനെ കുട്ടിക്കാലം മുതലേ പരിശീലിപ്പിച്ചെടുത്ത് നല്ലൊരു രാജാവാക്കി മാറ്റി എന്നുള്ളത് മാത്രമല്ല, ആ ചന്ദ്രഗുപ്ത മൗര്യനെ പോലെ തന്നെ മറ്റുള്ള വ്യക്തികളെയും കണ്ടെത്തി ആ ഒരു പരിശീലനം അദ്ദേഹം തുടരുകയാണ് ചെയ്തിരുന്നത്. അല്ലാതെ ഒരാളെ മാത്രം പരിശീലിപ്പിച്ചെടുത്തു, ഞാൻ അവിടെ വിജയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിർത്തിയില്ല. ആ എന്താ പറയുക, രാജ്യത്തിന്റെ ആ ഒരു സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് ശേഷം അതേപോലെ തന്നെ മറ്റു കുട്ടികളെയും കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ചെടുക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് സാധിക്കാവുന്നതാണ്. അപ്പം പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ, പ്രയോജനമുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം എന്താ പറയുന്നത്, രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അതേപോലെ തന്നെ പല ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും കഴിവുകളുണ്ടാകും. ആ കഴിവ് മറ്റുള്ളവരിലേക്ക് പകരുക. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ്, നമ്മുടെ ജീവിതമാകുന്ന ഒരു മെസ്സേജ് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവഴി പല വ്യക്തികൾക്കും, ജന്മനാ തന്നെ കഴിവുള്ള പല വ്യക്തികൾക്കും അവരുടെ ആ കഴിവ് വളർത്തിയെടുക്കാനുള്ള അവസരങ്ങളും കൂടെ ഉണ്ടാകട്ടെ. അതുവഴി ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.